റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ശക്തമെന്ന് UDFന്റെ വിലയിരുത്തൽ. പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചാൽ വൻ വിജയം ഉറപ്പെന്നും നേതൃത്വം വിലയിരുത്തുന്നു. PV അൻവറിന്റെ ആരോപണങ്ങൾ ചർച്ചയാകുന്നത് ഗുണം ചെയ്യില്ലെന്നും ജനകീയ വിഷയങ്ങൾ സജീവമാക്കി നിർത്താനും തീരുമാനം. അനാവശ്യ ചർച്ചകൾക്കിടം കൊടുക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഋഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, PV അൻവറിനെ അല്ല പിന്തുടരേണ്ടത്, പിണറായി വിരുദ്ധ തരംഗമാണ് UDFന് അനുകൂലമായ വോട്ടായി മാറുക എന്നതാണോ UDFന്റെ വിലയിരുത്തൽ? ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനായിരിക്കുമോ UDFന്റെ നീക്കം? റോഷി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. UDF പഞ്ചായത്ത് ചുമതലയുള്ള ഓരോ പഞ്ചായത്ത് ചുമതലയുള്ള നേതാക്കളുടെ യോഗത്തിലാണ് ഇങ്ങനെ ഒരു വിലയിരുത്തലുണ്ടായത്. നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ നടത്തിയ പരിശോധനയിൽ പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ വ്യക്തമാകുന്നത് നിലമ്പൂരിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമുണ്ടെന്നാണ്. ആ വികാരത്തിൽ പൂർണ്ണ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് UDFന്റെ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുക. ഇന്നലെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം പഞ്ചായത്ത് ചുമതലയുള്ള നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ പിണറായി വിരുദ്ധ തരംഗം ആളിക്കത്തിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനകീയ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി പ്രചരിപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ് യോഗമെടുത്തത്. അതുകൊണ്ട് PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം കൂടി പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് നൽകും. ഇന്ന് പഞ്ചായത്ത് UDF കമ്മിറ്റികളുടെ നേതാക്കളുടെ യോഗം കൂടി ഇന്ന് രാവിലെ 10 മണിക്ക് ചേരുന്നുണ്ട്. അവിടെ അവലോകനം തന്നെയാണ് നടക്കുക. ഇതുവരെയുള്ള പ്രചരണങ്ങൾ അവലോകനം നടത്തും. അതിനു പുറമെ നിലവിലെ സാഹചര്യം വിലയിരുത്തും. ഇനി അവസാന ഘട്ടമാണ്. പ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാണ്ട് 6 ദിവസം മാത്രമാണ്. ആ സമയത്ത് ഏതൊക്കെ രീതിയിൽ പ്രചാരണം നടത്തണം, എന്തൊക്കെ വിഷയങ്ങൾ സജീവമായി നിലനിർത്തണം ചർച്ചയാക്കി എന്നതടക്കം തീരുമാനിക്കുന്നുണ്ട്. അതൊക്കെ അവലോകനം ചെയ്യാനാണ് ഇന്നലെ ഏതാണ്ട് 1 മണിക്കൂറിലേറെ വളരെ വിശദമായി ഈ കാര്യങ്ങൾ പരിശോധിച്ചു. ഏതായാലും സർക്കാരിനെതിരെ ഇനിയും ശക്തമായ വിഷയങ്ങൾ ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തും. അതിനിടയിൽ മറ്റ് തരത്തിലേക്ക് ചർച്ചകൾ നീങ്ങാതിരിക്കാൻ ജാഗരൂകരാകണം എന്ന നിർദ്ദേശം കൂടി UDF നേതൃത്വം നൽകുന്നുണ്ട്. കാരണം വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച വന്നു കഴിഞ്ഞാൽ സർക്കാരിനെതിരെയുള്ള വികാരം അത് കൃത്യമായി പ്രതിഫലിക്കില്ല. തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള വികാരം കൃത്യമായി പ്രതിഫലിക്കണമെങ്കിൽ ജനകീയ വിഷയങ്ങൾ ഒന്നൊന്നായി ചർച്ചയാക്കണം എന്ന തീരുമാനം തന്നെയാണ് UDF യോഗമെടുത്തിരിക്കുന്ന തീരുമാനം.